LDC പരീക്ഷ അടുത്തെത്തിയിരിക്കുന്ന ഈ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. അതായത് ഇനി പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുമോ, അതല്ലെങ്കിൽ ഞാൻ കുറേ പഠിച്ചു പക്ഷേ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഈ എക്സാം കിട്ടില്ല, ഇങ്ങനെ കുറേ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി തരാനായിട്ട് ഒരു ചെറിയ മോട്ടിവേഷൻ സെഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു Adda 24/7 മലയാളം ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറൊരു ആവശ്യമായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ LDC എന്ന് പറയുന്നതിനകത്തില്ല, അതിൽ ഏകദേശം അവർക്കൊരു 3-4 ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഒരു ബാച്ചിലെ കുട്ടികളുമായിട്ട് ഒരു 10 മിനിറ്റ് ചെന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അവരോട്ടൊന്ന് സംസാരിച്ചു. അവരുടെ പഠന രീതികളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് അവരുടെ മൈൻഡ് എന്ന് അറിയാനായിട്ട് നോക്കിയപ്പോൾ ഏകദേശം ഒരു ബാച്ചിൽ ഒരു 100 സ്റ്റുഡൻസിനടുത്തൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഞാൻ ഈ പറഞ്ഞ ആങ്സൈറ്റികളൊക്കെ അവർക്കുണ്ട്. അതായത് പ്രത്യേകിച്ചും എക്സാം അടുത്തിരിക്കുന്ന ജില്ലകൾ, ട്രിവാൻഡ്രം പോലെയുള്ള ഉദ്യോഗാർത്ഥികൾ വിചാരിക്കുന്നത് അയ്യോ ഞങ്ങൾക്ക് കിട്ടില്ല മിസ്സേ, ഞങ്ങളെല്ലാം പഠിച്ചു പക്ഷേ എന്തൊക്കെയോ ആയിട്ടില്ല, കുറച്ച് ഞങ്ങളേക്കാൾ നന്നായി പഠിച്ചവരുണ്ട് എന്നൊക്കെ ഉള്ള ഭയങ്കര സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ ഇവർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓർക്കുക, ഈ LDC അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് എന്നാദ്യം മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ വിജയം. ഞാൻ 5 വർഷം PSC പഠിച്ചെന്നും 3 മാസം പഠിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. 3 മാസം കൊണ്ട് പഠിച്ച് PSC നേടുന്നവരുണ്ട്, 5 വർഷം പഠിച്ചിട്ട് നേടാത്തവരുമുണ്ട്. അത് നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം. അതായത് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹാർഡ് വർക്കും സെയിം ടൈം നമുക്കൊരു കോൺഫിഡൻസും വേണം. എനിക്കിത് നേടാൻ പറ്റും, ഞാനിത് നേടും എന്നൊരു കോൺഫിഡൻസ്. സെയിം ടൈം കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റില്ല, പിന്നെ നമുക്ക് എന്തും കൂടെ വേണം, ഹാർഡ് വർക്ക്. ഇനിയുള്ള ദിവസങ്ങൾ, അതായത് നമ്മുടെ ലൈഫ് ഇങ്ങനെ നീണ്ടെടുക്കാണ്, ഇതിൽ ഒരുപാട് നാളുകളൊന്നുമില്ല. ട്രിവാൻഡ്രം ആണെങ്കിൽ ജൂലൈ, അങ്ങനെ അടുത്തടുത്ത സമയങ്ങൾ, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് നാളുകൾ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. 3-4 മാസം, മാക്സിമം ഒക്ടോബർ വരെ. എറണാകുളം ജില്ലക്കാർക്കൊക്കെ ഒക്ടോബറാണ്. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ജോലിയാണ്. അതായത് ഈ ഒരു അവസരം നഷ്ടപ്പെട്ടാൽ വീണ്ടും നമ്മൾ കാത്തിരിക്കണം, ഏകദേശം ഒരു 3-4 വർഷം വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷനായിട്ട് കാത്തിരിക്കണം. അന്ന് നമ്മുടെ ഇന്നത്തെ സാഹചര്യം ആകണമെന്നില്ല, ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ മോശകരമായ ചിലപ്പോൾ ഒരു സാഹചര്യമായിരിക്കാം നമുക്കുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പം കിട്ടിയിരിക്കുന്ന അവസരം അത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക. നമ്മുടെ മുന്നിൽ ഒരു അവസരം കിട്ടുന്ന അവസരം എങ്ങനെ വിനിയോഗിക്കുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ വിജയവും പരാജയവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇത്രയും ടോപ്പിക്കിൽ, അതായത് നിങ്ങൾ ആദ്യം വേണ്ടത് ഈ ഒരു കോൺഫിഡൻസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം, ഞാൻ അത്യാവശ്യം എല്ലാം പഠിച്ചു കഴിഞ്ഞു, എല്ലാം സെറ്റാണ്, എല്ലാവരെക്കാട്ടിലും നന്നായി പ്രിപ്പയർ ചെയ്തത് ഞാനാണ് എന്നൊരു കോൺഫിഡൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇനി പുതിയതായിട്ട് ട്രിവാൻഡ്രംകാർക്കൊക്കെ ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാനുള്ള സമയമില്ല, പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ എടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സിലബസിലെ മാർക്ക് സ്കോറിംഗ് ആണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഇതൊക്കെ മാർക്ക് സ്കോറിംഗ് ഏരിയാസ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള സിലബസിലുള്ള ഏരിയാസ് എല്ലാം തന്നെ മാക്സിമം നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി കവർ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതിൻ്റെ PYQ പഠിക്കുക. അതായത് കഴിഞ്ഞു പോയ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, മാത്സ്, ഇത് 3 ഒരുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആരും ഉണ്ടാവില്ല. 2 ചിലപ്പം ഈസിയും 1 ഡിഫിക്കൽട്ടും ആയിരിക്കും. ആസ് പെർ നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ആ ഒരു കഴിവനുസരിച്ചിട്ടിരിക്കും. എന്തായാലും അത് PYQs, ഇനി സിലബസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ PYQs പഠിക്കുക. മലയാളം തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ശൈലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് പഠിക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആക്റ്റീവ്, പാസീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പദശുദ്ധികളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ഒരു പാർട്ടാണ് കറണ്ട് അഫെയർ. കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏകദേശം നിങ്ങൾ 2023 ഫുള്ള് 2024 മാർച്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫെയർസ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. ഇനി 2023 ഫുൾ കറണ്ട് അഫെയർ ഞങ്ങൾ എങ്ങനെ പഠിക്കും, എക്സാം ജൂലൈയിലല്ലേ. അപ്പം നമ്മളെ യൂട്യൂബുകളിൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്
2023 വീഡിയോസ് ഫുള്ളായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പല ചാനലുകളും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചാനലാണോ അവിടെ നിന്നത് കാണാം. ഫുള്ളായിട്ട് നമുക്ക് ഒരു ദിവസം കണ്ടു തീർക്കാൻ പറ്റില്ല. 7-8 അവേഴ്സിൻ്റെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ കുറേശ്ശെ കണ്ടുപോകുക. ആ രീതിയിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയർ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒക്കെ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ 2 സൈഡുകൾ ആലോചിക്കുക. ഈ എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ, സൊസൈറ്റിയിൽ നമ്മുടെ സ്ഥാനം മാറുന്നു, നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകുന്നു, ദെൻ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി, ഇതെല്ലാം ഇതിനകത്തിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലിക്ക് പോയാലും ഫിനാൻഷ്യൽ ബെനിഫിറ്റും ജോലിയൊക്കെ ഉണ്ടാവും. എങ്കിലും നിങ്ങളൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നൊരാഗ്രഹത്തിലല്ലേ ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ കാല് മുന്നോട്ട് തന്നെ ചലിപ്പിക്കുക, പുറകോട്ട് എടുക്കാതിരിക്കുക. അതായത് ഇനി നമ്മുടെ തീരുമാനം മാറ്റാതിരിക്കുക. നല്ല രീതിയിൽ ഉഷാറായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നേടാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് PYQs എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഇനിയും PYQ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ സമയം എടുക്കും ഈ PYQs നിങ്ങൾ കണ്ടുപിടിക്കാനും എടുക്കാനായിട്ട്. അപ്പം നമ്മൾ അഡ 24/7 മലയാളം അതിനായിട്ട് ഒരു PYQൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അഡ 24/7 മലയാളം നിങ്ങളുടെ ഫോണിലോ അതുപോലെ തന്നെ ലാപ്പിലോ എടുത്താൽ മതി. നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ വേണേൽ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം ഒരു ബാച്ച് ഇൻഷിമിസിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് വേണേൽ അത് പർച്ചേസ് ചെയ്താൽ കറണ്ട് അഫെയർ ഫുൾ ഇവിടെ മിസ് കവർ ചെയ്യുന്നുണ്ട്. ദെൻ LDC 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ബാച്ച് ഉണ്ട്. ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്കിപ്പോൾ മന്ത് എൻഡ് സെയിൽ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സിനൊക്കെ പ്രൊഡക്ട്സിനെല്ലാം തന്നെ പ്രൈസ് കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു 600+ അവേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഈ LDC PYQ ഡിസ്കഷൻ ബാച്ചിൽ കൂടെ നൽകുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറെ കറണ്ട് അഫയേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ബാച്ചും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇവിടെ ബൈ നൗ വരും. ഈ ബൈ നൗ എന്നുള്ളിടത്ത് നിങ്ങൾ Y362 എന്നൊരു ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക. അപ്പോൾ ഏകദേശം ഒരു 350 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഈ PYQ ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റിന്, അതായത് ഇന്ന് ഈ ഒരു ഡബിൾ വാലിഡിറ്റിയും അലോങ് വിത്ത് 70% ഡിസ്കൗണ്ടും ഉണ്ട്. നിങ്ങൾക്കായിട്ട് കറണ്ട് അഫെയറിൻ്റെ ബാച്ച് ഉണ്ട്, LDC ഉദ്യോഗ ബാച്ച് ഉണ്ട്. ഇങ്ങനെ സ്റ്റോറിൽ ചെല്ലുക, ബൈ നൗ കൊടുക്കുക, നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ കാണും. അവിടെ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട, Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ചാനൽ അഡ 24/7 മലയാളത്തിൽ, അതായത് നമ്മുടെ ആപ്പാണിത്. ഈ ആപ്പിനകത്തിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ മൈ കോണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെയിലി ക്വിസുകളും അതേപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന് ലെഫ്റ്റ് സൈഡ് തന്നെ സജിത മിസ് ഹിസ്റ്ററി PDF എന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ട്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം. അതായത് ബൈ നൗ, ഞാൻ നിങ്ങളെ കാണിച്ചെടുത്ത് ബൈ നൗ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. അവിടെ Y362 എന്ന് കൊടുത്തുകൊണ്ട് കോഴ്സൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ക്ഷീണവും മടിയും നെഗറ്റീവ് ചിന്തകളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോസിറ്റീവായിട്ട് നല്ല എനർജിയോട് കൂടി തന്നെ പഠിച്ചോളൂ. ഈ ഒരു LDC നിങ്ങൾക്കുള്ളതാണ്. അല്ലെ ആദ്യത്തെ 10 പേരിൽ ഒരാൾ ഞാനാണ്. ഉറച്ചു വിശ്വസിച്ച് നല്ല രീതിയിൽ ഈ ഒരു എക്സാമിനെ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നേടാൻ കഴിയും. താങ്ക് യു.